ഇൻസ്ട്രുമെൻറ്റേഷൻ എഞ്ചിനീയറിംഗ്, ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ്, ഏത് ബ്രാഞ്ച് ആണെങ്കിലും അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. എന്താ പറഞ്ഞിരിക്കുന്നത്? എ ഡിഗ്രി ഇൻ എനി ബ്രാഞ്ച് ഓഫ് എഞ്ചിനീയറിംഗ് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ കേട്ടോ. എന്നാലും അറിയാത്ത കുറച്ച് പേരുണ്ട്. IO പോസ്റ്റിലേക്കുള്ള നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് ഏപ്രിൽ 1st വീക്ക് വരും. അപ്പം നമ്മൾ ഈ ഒരു എക്സാമിൻ്റെ ഒരു വെയിറ്റേജ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ ബ്രാഞ്ചസിൽ നിന്നുമായിട്ട് 100 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ സിവിൽ നിന്ന് 20 ക്വസ്റ്റ്യൻസ് ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഏപ്രിൽ 1 ഗസറ്റിൽ വിജ്ഞാപനം പ്രസിദ്ധീകരിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ കുറച്ചൊരു ഡിലേ ഉണ്ടാവും. ഒരു 1 വീക്കിനുള്ളിലൊക്കെ ആയിരിക്കും എന്ത് ചെയ്യുന്നുണ്ടാവുക, സൈറ്റിൽ നിങ്ങൾക്ക് അപ്ലിക്കേഷൻ ലിങ്ക് ഓപ്പൺ ആവുന്നുണ്ടാവുക. ഹായ് ഓൾ, എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻട്രിയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത് ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസർ അഥവാ IEO എക്സാമിൻ്റെ ഒരു ഡീറ്റെയിൽഡ് അനാലിസിസ് വീഡിയോയുമായിട്ടാണ്. അതായത് ഈ ഒരു IEO എക്സാമിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയേണ്ട മുഴുവൻ കാര്യങ്ങളും, അതായത് മുൻ വർഷങ്ങളിൽ ഈ എക്സാമിൽ നോട്ടിഫിക്കേഷനിൽ എന്തെല്ലാം കാര്യങ്ങളായിരുന്നു ശ്രദ്ധിക്കാനുള്ളത്, കഴിഞ്ഞ എക്സാമിൻ്റെ കട്ട് ഓഫ് എങ്ങനെയായിരുന്നു, ക്വസ്റ്റ്യൻസിൻ്റെ വെയിറ്റേജ് എങ്ങനെയായിരുന്നു തുടങ്ങിയ ഒരു A to Z അനാലിസിസ് ആണ് നമ്മൾ ഈ ഒരു എക്സാമിനേഷനെ കുറിച്ച് നടത്താൻ പോകുന്നത്. എന്തുകൊണ്ട് IEO പോസ്റ്റിനെ കുറിച്ച് നമ്മൾ ഒരുപാട് വീഡിയോസുകൾ ഈ ചാനലിലൂടെ വരുന്നു എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കാത്ത ഒരു കാര്യം കൂടി ഉണ്ട്. ഒരുപക്ഷെ നിങ്ങൾ കുറേ പേരൊക്കെ അറിഞ്ഞിട്ടുണ്ടാവും, എന്നാലും അറിയാത്ത കുറച്ച് പേരുണ്ട്. IEO പോസ്റ്റിലേക്കുള്ള നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് ഏപ്രിൽ 1st വീക്ക് വരും. അപ്പോൾ ഏപ്രിൽ 1st വീക്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ പ്രൊഫൈലിലൂടെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. കാരണം അതുമായി ബന്ധപ്പെട്ടിട്ട് ഒരു ഒരു ഗസറ്റിൽ വന്നിട്ടുള്ള ഒരു വിജ്ഞാപനവുമായി ബന്ധപ്പെട്ടുള്ള ഒരു ന്യൂസ് കട്ടിങ് നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവുന്നതാണ്. ഇല്ലെങ്കിൽ തൊട്ട് മുകളിലുള്ള വീഡിയോസിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ചാനലിൽ തന്നെ കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള അനാലിസിസ് ആണ് നമ്മൾ ഈ ഒരു എക്സാമുമായി ബന്ധപ്പെട്ട് നടത്താൻ പോകുന്നത്. അപ്പോൾ ആദ്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ നോട്ടിഫിക്കേഷനിൽ വന്നിരിക്കുന്ന കാര്യങ്ങൾ എന്തെല്ലാം കാര്യങ്ങളാണ് നമുക്ക് ഒന്ന് അനലൈസ് ചെയ്ത് നോക്കാം. അപ്പോൾ കഴിഞ്ഞ എക്സാമിനേഷനിൽ ഇൻഡസ്ട്രീസ് ആൻഡ് കൊമേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റിലാണ്. പോസ്റ്റിൻ്റെ പേര് കഴിഞ്ഞ തവണ അങ്ങനെ തന്നെയാണ്, ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസർ അഥവാ IEO ആണ് അല്ലേ. അതേപോലെ തന്നെ അതിൽ സ്കെയിൽ ഓഫ് പേ പറഞ്ഞിരിക്കുന്നത് 35,700 മുതൽ 75,600 വരെയാണ് എന്ത് വന്നിട്ടുള്ളത്, സാലറി സ്കെയിൽ വന്നിട്ടുള്ളത് അല്ലേ. ദെൻ നമ്പർ ഓഫ് വേക്കൻസീസ് നോക്കുകയാണെങ്കിൽ വെറും 3 വേക്കൻസി ആയിരുന്നു കഴിഞ്ഞ പ്രാവശ്യം നോട്ടിഫിക്കേഷൻ്റെ ടൈമിൽ വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കണം, വെറും 3 വേക്കൻസി മാത്രമാണ് വന്നത് എന്ന് കരുതി അപ്ലൈ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അതിൽ വലിയ പ്രശ്നങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. കാരണം നിലവിൽ 2023 ഡിസംബറിലെ കണക്ക് പ്രകാരം 57 ആളുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഒരു പോസ്റ്റിൽ അഡ്വൈസ് പോയിട്ടുണ്ട് അല്ലേ. എന്ന് വെച്ചാൽ 3 വേക്കൻസിയാണ് ആപ്ലിക്കേഷൻ ടൈമിൽ വന്നിട്ടുണ്ടായിരുന്നത്. സോ ആ വേക്കൻസി ഒന്നും അല്ല, മുന്നോട്ട് പോകുമ്പോൾ വേക്കൻസി കൂടുന്നുള്ളതെന്ന് മനസ്സിലാക്കാൻ പറ്റുമല്ലോ. യെസ്. അതേപോലെ ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് ആയിരിക്കും നടക്കാൻ പോകുന്നത്. ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 18 മുതൽ 36 വയസ്സ് വരെയാണ് കേട്ടോ ഏജ് ലിമിറ്റ്. അപ്പോൾ നിങ്ങൾ നോക്കണം, ഈ ഒരു ഏജ് ലിമിറ്റിൽ തന്നെ അല്ലേ വരുന്നതെന്നുള്ള കാര്യം ശ്രദ്ധിക്കണം. 18 to 36 ആണ് ഏജ് ലിമിറ്റ്. അതുപോലെ ക്വാളിഫിക്കേഷൻ ആയിട്ട് പറഞ്ഞിട്ടുള്ളത്, പലരും ചോദിച്ചിട്ടുണ്ട് ഏതെങ്കിലും ബ്രാഞ്ചസിന് സ്പെസിഫിക്കലി പറ്റുന്ന എക്സാം ആണോ ഇതെന്ന്. അതായത് ഈ സിലബസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇലക്ട്രിക്കൽ, മെക്കാനിക്കൽ, സിവിൽ, ഇലക്ട്രോണിക്സ്, കമ്പ്യൂട്ടർ സയൻസ് ഇത് മാത്രമേ ഉള്ളൂ. മറ്റു ബ്രാഞ്ചസുകാരുണ്ടല്ലോ, ഇപ്പോൾ കെമിക്കൽ എഞ്ചിനീയറിംഗ്, അങ്ങനെ മറ്റു ബ്രാഞ്ചസുകൾ ഉണ്ടെങ്കിൽ ഇൻസ്ട്രുമെൻറ്റേഷൻ എഞ്ചിനീയറിംഗ്, ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ്, ഏത് ബ്രാഞ്ച് ആണെങ്കിലും അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. എന്താ പറഞ്ഞിരിക്കുന്നത്? എ ഡിഗ്രി ഇൻ എനി ബ്രാഞ്ച് ഓഫ് എഞ്ചിനീയറിംഗ് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ കേട്ടോ. എ ഡിഗ്രി ഇൻ എനി ബ്രാഞ്ച് ഓഫ് എഞ്ചിനീയറിംഗ്. അപ്പോൾ കെമിക്കലിന് അപ്ലൈ ചെയ്യാം, ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗിന് അപ്ലൈ ചെയ്യാം, ഏത് പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗിന് അപ്ലൈ ചെയ്യാം. അപ്പോൾ ബേസിക് ആയിട്ടുള്ള എല്ലാത്തിനും അപ്ലൈ ചെയ്യാം അല്ലേ. ഇലക്ട്രിക്കൽ, മെക്കാനിക്കൽ, സിവിൽ, ഇലക്ട്രോണിക്സ്, കമ്പ്യൂട്ടർ സയൻസ് അങ്ങനെ തുടങ്ങി എല്ലാ ബ്രാഞ്ചസുകാർക്കും അപ്ലൈ ചെയ്യാവുന്ന ഒരു എക്സാമിനേഷനാണ്. അപ്പോൾ ഇതാണ് കഴിഞ്ഞ തവണത്തെ എക്സാമിൻ്റെ നോട്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള കാര്യങ്ങൾ. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഇതിൽ വന്നിരിക്കുന്ന റാങ്ക് ലിസ്റ്റ്. അതായത് ആ ഒരു നോട്ടിഫിക്കേഷനിൽ 2018 വന്ന ആ നോട്ടിഫിക്കേഷനിൽ വന്നിരിക്കുന്ന റാങ്ക് ലിസ്റ്റിൽ എന്തെല്ലാം കാര്യങ്ങളാണ് നടന്നിട്ടുള്ളത് നോക്കാം. കട്ട് ഓഫ് ആയിട്ട് വന്നിട്ടുള്ളത് നോക്കണേ. മെയിൻ ലിസ്റ്റിൽ ജനറൽ കാറ്റഗറിയിൽ വന്ന കട്ട് ഓഫ് എന്ന് പറയുന്നത് 46 ആണ് കേട്ടോ. 46 ആണ് ജനറൽ കാറ്റഗറിയിൽ വന്നിരിക്കുന്ന കട്ട് ഓഫ് എന്ന് പറയുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ലൊരു കട്ട് ഓഫ് തന്നെ ആണല്ലേ. കാരണം മറ്റു ബ്രാഞ്ചസ് കൂടി പഠിക്കാനുള്ള എക്സാമിനേഷൻ ആയിട്ട് 46 കട്ട് ഓഫ് വന്നിട്ടുണ്ട്. അത് നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കുമ്പോൾ, അതായത് ഇതിന് മുന്നേ നടന്നിട്ടുള്ള എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത് ഒരു ഹൈ ലെവൽ എക്സാമിനേഷൻ അല്ല. ഒരുപാട് ഈസി ക്വസ്റ്റ്യൻസുകൾ അതിലുണ്ടായിരുന്നു. പല ബ്രാഞ്ചസിലുള്ള ചോദ്യങ്ങൾ ഡയറക്റ്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. എന്നാൽ കുറച്ചുകൂടി ഡെപ്തിലിടെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള എക്സാം നമ്മൾ പ്രതീക്ഷിക്കണം കേട്ടോ. യെസ്. അതുപോലെ OBCക്ക് 42 ആണ് കട്ട് ഓഫ് വന്നിട്ടുള്ളത്. നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് 149 ആണ് കേട്ടോ. 149 ആളുകളാണ്. ഇൻക്ലൂഡിങ് സപ്ലിമെൻ്ററി ലിസ്റ്റിൽ 149 ആളുകളാണ് ഈ ലിസ്റ്റിൽ വന്നിട്ടുള്ളത്. അതിൽ തന്നെ 57ഓളം ആളുകൾക്ക് നിലവിൽ അഡ്വൈസ് പോയിട്ടുണ്ട്. സോ ആ ഒരു ഡീറ്റെയിൽ ഞാൻ ഓൾറെഡി മുമ്പ് വീഡിയോസിൽ പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണ്. നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ നിലവിൽ
ടോട്ടൽ അഡ്വൈസ് പോയിരിക്കുന്നത് 57 അഡ്വൈസുകൾ ഇപ്പോൾ തന്നെ പോയിട്ടുണ്ട്. ഓക്കെ, അത് ഇതിലാണ് ഡിസംബറിൽ 2023 ഡിസംബറിലാണ് അവസാനമായിട്ട് പോയിട്ടുള്ളത്. അപ്പോൾ ഇനിയും നോട്ടിഫിക്കേഷൻ അഡ്വൈസ് പോകാനുണ്ട്. ഈ ഡിസംബറിലാണ് എക്സാം എന്ത് ചെയ്യാൻ പോകുന്നത്, ഇതിൻ്റെ റാങ്ക് ലിസ്റ്റ് എക്സ്പയർഡ് ആകാൻ പോകുന്നത്. സോ അതിന് മുന്നോടിയായിട്ട് വീണ്ടും ഒരുപാട് വേക്കൻസീസ് റിപ്പോർട്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, അപ്പം നമ്മൾ ഈ ഒരു എക്സാമിൻ്റെ ഒരു വെയിറ്റേജ് നമ്മൾ നോക്കുകയെന്നുണ്ടെങ്കിൽ എല്ലാ ബ്രാഞ്ചസിൽ നിന്നുമായിട്ട് 100 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ സിവിൽ നിന്ന് 20 ക്വസ്റ്റ്യൻസ് ഉണ്ടാവാറുണ്ട്. ഇൻഡസ്ട്രിയൽ മാനേജ്മെൻറ്റ് ആൻഡ് മെക്കാനിക്കലിന് 20 മാർക്ക്, അതേപോലെ ഇലക്ട്രിക്കൽ 20, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ 20, കമ്പ്യൂട്ടർ സയൻസ് 20. അങ്ങനെ എല്ലാ ബ്രാഞ്ചസിൽ നിന്നും 20 വീതം ചോദ്യങ്ങൾ വരുന്ന എക്സാമിനേഷനാണ്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു ബ്രാഞ്ചസിന് എന്തെങ്കിലും വെയിറ്റേജ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല, എല്ലാ ബ്രാഞ്ചിനും ഈക്വൽ വെയിറ്റേജ് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും മറ്റു ബ്രാഞ്ചസിലേക്കും നിങ്ങൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ കൃത്യമായിട്ടുള്ള ഒരു പ്ലാനിങ്ങോടുകൂടി പഠിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഈ എക്സാമിനേഷൻ ക്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം മറ്റു ബ്രാഞ്ചസ് പഠിക്കാണ്ട്, ഇപ്പം നമ്മൾ ഒരു ബ്രാഞ്ച് മാത്രമാണെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം ബേസിക് നോളജ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒറ്റയ്ക്ക് സെൽഫ് സ്റ്റഡിയൊക്കെ നടത്തിയിട്ട് പഠിക്കാം. പക്ഷേ ഇവിടെ എന്താണ്, ഇവിടെ നിങ്ങൾ കൃത്യമായ പ്ലാനിങ്ങോടുകൂടി കഷ്ടപ്പെട്ട് പഠിച്ചെങ്കിൽ മാത്രമേ, അല്ലെങ്കിൽ ഒരു കൃത്യമായിട്ടുള്ളൊരു ഗൈഡൻസ് കൂടി നിങ്ങൾക്ക് ആവശ്യമായിട്ട് വരുന്നൊരു എക്സാമിനേഷനാണ്. അതുകൊണ്ടാണ് എൻട്രി നിങ്ങൾക്ക് ഏറ്റവും മികച്ച ഗൈഡൻസിൽ ഏറ്റവും എഫക്റ്റീവായിട്ടുള്ളൊരു ഗോൾഡ് ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഏറ്റവും പുതിയ ഗോൾഡ് ബാച്ചിൽ ജോയിൻ ചെയ്യുന്നതിന് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുക, താഴെ കൊടുത്തിരിക്കുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക, അതേപോലെ സ്ക്രോൾ ചെയ്യുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് ലഭിക്കുന്നതായിരിക്കും. കാരണം എൻട്രിയിൽ നിങ്ങൾക്കറിയാം ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലും ഏറ്റവും മികച്ച അധ്യാപകർ, സെറ്റ് ഓഫ് അധ്യാപകരാണുള്ളത് അല്ലേ. ഇലക്ട്രിക്കലാണെങ്കിലും ഇലക്ട്രോണിക്സിലാണെങ്കിലും മെക്കാനിക്കലാണെങ്കിലും സിവിലാണെങ്കിലും ഒക്കെ നമുക്ക് എന്താണ് മികച്ച അധ്യാപകരുടെ ഒരു നിര തന്നെയാണുള്ളത്. സോ അവരായിരിക്കും നിങ്ങൾക്ക് ഏറ്റവും എഫക്റ്റീവായിട്ടുള്ള ക്ലാസ്സുകൾ നൽകാൻ പോകുന്നത്. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എൻട്രിയുടെ ഗോൾഡ് ബാച്ച് എന്ന് പറയുന്നത് വളരെ ധൈര്യമായിട്ട് പർച്ചേസ് ചെയ്ത് നിങ്ങൾക്ക് പഠനം ആരംഭിക്കാം. മികച്ച ഒരു ഗൈഡൻസ് നിങ്ങൾക്ക് അവിടെ ലഭിക്കും. അതേപോലെ മികച്ച അധ്യാപകരുടെ ഗൈഡൻസും മെൻറ്റർഷിപ്പും കൂടിയായിരിക്കും ഈ ഒരു കോഴ്സിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് അടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ജോബിൻ്റെ ഒരു പ്രൊഫൈൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ IO എന്ന് പറയുന്നത് അത്യാവശ്യം ചലഞ്ചിങ് ആയിട്ടുള്ള ജോബാണ്. ഞാൻ മുമ്പ് പല വീഡിയോസുകളിൽ അത് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. IO ജോബ് അത്യാവശ്യം ചലഞ്ചിങ് ആയിട്ടുള്ളൊരു ജോബാണ്. അതായത് ഒരു 9 to 5 ജോബായിട്ടല്ല നിങ്ങൾ കാണേണ്ടത്. അത്യാവശ്യം എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ, പുതിയ ഇന്നോവേറ്റീവ് ഐഡിയാസ് കൊണ്ടുവരാൻ പറ്റിയ, ഞാൻ ജോബ് റോൾസിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല, ഞാൻ ഓൾറെഡി പറഞ്ഞ കാര്യങ്ങളാണ്. ഇൻഡസ്ട്രി പ്രൊമോഷൻസ് ആൻഡ് ഫെസിലിറ്റേഷൻ, അതേപോലെ തന്നെ IO ആക്ട് ആസ് എ ബ്രിഡ്ജ് ബിറ്റ്വീൻ ഇൻഡസ്ട്രിയലിസ്റ്റ് ആൻഡ് വേരിയസ് ഗവൺമെൻറ് ഏജൻസീസിലെ ഒരു പുതിയ കമ്പനി എന്തെങ്കിലും ഒരു സ്റ്റാർട്ടപ്പുമായിട്ട് വരുന്ന സമയത്ത് അവർക്ക് വേണ്ട ഫിനാൻഷ്യൽ അഡ്വൈസ്, അവർക്ക് വേണ്ട ലീഗൽ അഡ്വൈസുകളൊക്കെ കൊടുക്കാൻ അതായത് ഗവൺമെൻറ് ഏജൻസീസുമായിട്ട് ഒരു ബ്രിഡ്ജായിട്ട് ആക്ട് ചെയ്യേണ്ടതായിട്ട് വരും. അതേപോലെ കണ്ടക്ടിങ് സർവേസ് ആൻഡ് സ്റ്റഡീസ്, അതായത് ഒരു സ്ഥലത്ത് എത്രത്തോളം സ്റ്റാർട്ടപ്പിനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്, അവർ കൊണ്ടുവരുന്ന ഐഡിയാസ് നമ്മുടെ സൊസൈറ്റിയിൽ എത്രത്തോളം ചേഞ്ചസ് വരുത്താൻ കഴിയും, അതിൻ്റെ പോസിബിലിറ്റീസ് എത്രയാണെന്നുള്ളതിനെക്കുറിച്ച് സർവേ നടത്തേണ്ടതായിട്ട് വരും. അതേപോലെ പ്രൊവൈഡിങ് ടെക്നിക്കൽ ഗൈഡൻസ്, അവർക്ക് വേണ്ട ടെക്നിക്കൽ ഗൈഡൻസ്, ട്രെയിനിങ് സെഷൻസ് നമ്മൾ എന്ത് ചെയ്യേണ്ടതായിട്ടുണ്ടാവും, പ്രൊവൈഡ് ചെയ്യേണ്ടതായിട്ടുണ്ടാവും. അതേപോലെ സ്കിൽ ഡെവലപ്മെൻറ്റ് ആൻഡ് ട്രെയിനിങ്, മോണിറ്ററിങ് ആൻഡ് ഇവാലുവേഷൻ. വൺസ് ഒരു സ്റ്റാർട്ടപ്പ് ഇംപ്ലിമെൻ്റ് ആയി കഴിഞ്ഞാൽ അതിൻ്റെ ഓരോ സ്റ്റാറ്റസും അതിൻ്റെ ഓരോ സ്റ്റേജസും നമ്മൾ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് ഇവാലുവേറ്റ് ചെയ്തിട്ട് അത് മോണിറ്റർ ചെയ്തിട്ട് മുന്നോട്ട് പോകണം. ദെൻ പ്രൊമോഷൻ ഓഫ് MSMEs, ഇൻവെസ്റ്റേഴ്സ് ഫെസിലിറ്റേഷൻ ഇവൻറ്റ്സ്, ഒരുപാട് ഇൻവെസ്റ്റേഴ്സ് ഫെസിലിറ്റേഷൻ ഇവൻറ്റ്സ് ഒക്കെ കണ്ടക്ട് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അവിടെയൊക്കെ നിങ്ങളുടെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസുകൾ തന്നെയാണ് അവിടെ കൂടുതലും നിന്ന് മുന്നോട്ട് പോവേണ്ടത്. സോ അത്തരത്തിൽ ഒരുപാട് സാധ്യതകളും ഒരുപാട് എന്താ പറയുക ഡയമെൻഷനുള്ള ഒരു എക്സാമിനേഷനാണ് IO എന്ന് പറയുന്ന എക്സാമിനേഷൻ. ഇനി ഈ IO എക്സാമിനേഷൻ്റെ നോട്ടിഫിക്കേഷൻ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഡേറ്റ് April 1st വീക്കിൽ എക്സ്പെക്ട് ചെയ്യാം. കാരണം April 1st വീക്ക് എന്ന് പറയാൻ കാരണം ആ ഒരു മീറ്റിങ്ങിൽ പറഞ്ഞത് April 1 ഗസ്റ്റിൽ വിജ്ഞാപനം പ്രസിദ്ധീകരിക്കുന്നതാണ് പറഞ്ഞത്. അപ്പോൾ April 1 ഗസറ്റിൽ വിജ്ഞാപനം പ്രസിദ്ധീകരിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ കുറച്ചൊരു ഡിലേ ഉണ്ടാവും. ഒരു 1 വീക്കിനുള്ളിലൊക്കെ ആയിരിക്കും എന്ത് ചെയ്യുന്നുണ്ടാവുക, സൈറ്റിൽ നിങ്ങൾക്ക് അപ്ലിക്കേഷൻ ലിങ്ക് ഓപ്പൺ ആവുന്നുണ്ടാവുക. സോ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഏപ്രിലിൽ തന്നെ നോട്ടിഫിക്കേഷൻ, അതായത് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് ഓപ്പൺ ആവും. ഇനി നമ്മൾ നോക്കുമ്പോൾ എക്സാം ഡേറ്റിൻ്റെ കാര്യമാണ്. വിത്തിൻ 6 months ആയിരിക്കും എക്സാം നടക്കുക. അപ്പോൾ നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവും, ഓൾറെഡി PSCയുടെ കലണ്ടറൊക്കെ വന്നിട്ടുണ്ടല്ലോ, അപ്പോൾ ഈ 6 months തന്നെ നടക്കുമോ എന്നുള്ളത്. അങ്ങനെ എനിക്ക് തോന്നാനുള്ളൊരു കാരണം, ഇപ്പോൾ ഈ ഒരു നോട്ടിഫിക്കേഷൻ വരുന്നത് എന്താണ്, ഏപ്രിലാണ് വരുന്നത്. സാധാരണ ഒരു 6 മാസത്തൊക്കെ ഗ്യാപ്പിനുള്ളിലാണ് എക്സാം നടക്കാറുള്ളത്. ഇപ്രാവശ്യത്തെ കലണ്ടറിൽ അത് വന്നിട്ടില്ലെങ്കിൽ പോലും കലണ്ടർ അപ്ഡേറ്റ് ചെയ്തേക്കാം എന്നുള്ള രീതിയിൽ അവർ എന്ത് ചെയ്തിട്ടുണ്ട്, മുൻകൂറായിട്ടൊരു ക്ലോസ് പറഞ്ഞിട്ടുണ്ടല്ലേ. എക്സാം കലണ്ടറിൽ അവർ പറഞ്ഞ എന്താണ്, കലണ്ടർ ക്യാൻ ബി അപ്ഡേറ്റഡ് എന്നുള്ള രീതിയിൽ. സോ അങ്ങനെ അപ്ഡേറ്റ് ആവുകയാണെങ്കിൽ വരാൻ സാധ്യതയുണ്ട്. അതല്ലെങ്കിൽ അത് എന്ത്
ചെയ്യും, ഡിസംബർ കഴിഞ്ഞ് ജാനുവരി ഫെബ്രുവരിയിലേക്കോ ഷിഫ്റ്റ് ആവാനുള്ള സാധ്യത. കാരണം ഡിസംബറിൽ ലിസ്റ്റ് എക്സ്പയർഡ് ആകുന്നതിന് മുന്നേ തന്നെ ഇപ്പോൾ ട്രെൻഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ PSCയുടെ ഒരു കറണ്ട് ട്രെൻഡ് എന്ന് പറഞ്ഞാൽ വളരെ പെട്ടെന്ന് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുക, പുതിയ പുതിയ ലിസ്റ്റുകൾ പബ്ലിഷ് ചെയ്യുക എന്നുള്ളത് PSCയുടെ ഒരു കറണ്ട് ട്രെൻഡായിട്ട് മാറിയിട്ടുണ്ട്. സോ അത് നല്ലൊരു സാധ്യതയാണ്. സോ എല്ലാ ബ്രാഞ്ചസുകാർക്കും മികച്ച ഒരു അവസരമാണ് ഓപ്പൺ ആയിട്ടുള്ളത്. അതായത് 2024 എല്ലാവർക്കും അവസരങ്ങളില്ല എന്നൊന്നും നിങ്ങൾ ചിന്തിക്കേണ്ട, എല്ലാ ബ്രാഞ്ചസുകാർക്കും നല്ലൊരു അവസരമാണ്. ഇപ്പോൾ നിങ്ങൾ കണ്ടു 57-ലധികം വേക്കൻസീസ് വന്നിട്ടുള്ള ഈ ഒരു പോസ്റ്റിലേക്കാണ് നിങ്ങൾ അപ്ലൈ ചെയ്യാൻ പോകുന്നത്. നല്ല വേക്കൻസി, നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ജോബ്, മികച്ച സാലറി, ഇതെല്ലാം കൂടി കമ്പൈൻഡ് ആയിട്ടുള്ള ഒരു ബെസ്റ്റ് ഓപ്ഷനാണ് IO ആവുക എന്നുള്ളത്. സോ IO ആവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് എൻട്രിയോടൊപ്പം ആയിരിക്കട്ടെ. എൻട്രിയുടെ മികച്ച അധ്യാപകരുടെ നല്ല ഗൈഡൻസിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ കോഴ്സ് ക്രാക്ക് ചെയ്തിട്ട് ഒരു മികച്ച സർക്കാർ ജോലി നമുക്ക് കരസ്ഥമാക്കാം. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയാൻ താഴെ കൊടുത്തിരിക്കുന്ന ഗൂഗിൾ ഫോം ഫിൽ ചെയ്യുക. ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. താങ്ക് യു ഫോർ ലിസണിങ്. ഹാവ് എ നൈസ് ഡേ.